ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വന്നു ഗൈസ്. നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ എയർപോർട്ടൊക്കെ ഇപ്പോൾ എത്തിക്കണം കേട്ടോ. നമ്മൾക്ക് ഇവിടുന്ന് ജിദ്ദക്കാണ്, എന്നിട്ട് ജിദ്ദന്ന് കൊച്ചിക്കാട്ടോ. അപ്പം നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടൊക്കെയാണ് വന്നിക്കണത്. എയർപോർട്ട് എത്തിട്ടോ. ഡിപ്പാർച്ചേഴ്സ് നായിഫ് ബിൻ അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാട്ടോ പേര്. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ മുന്നിലാണ്. കണ്ണാടി കെട്ടുക്കണം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ട്രോളിയാണ്. ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. നമ്മുടെ ലഗേജുകളൊക്കെ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയിട്ട് ഇരുന്നിക്കണം. ഇപ്പം അവിടെ ലഗേജുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്തു ഇതായിരിക്കണം കേട്ടോ. അന്തുവിൻ്റെ ലുക്ക് ഇതാ ഒരു യെല്ലോ കളറിലാണ്. ഇതാ ഗൈസ്, ഒക്കെ കഴിഞ്ഞു. നമ്മൾ ലഗേജ് എന്തൊക്കെ ഇതാക്കി. എന്നിട്ടിപ്പോൾ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് നാട്ടിൽ പോകാനൊക്കെ അധികം ഇഷ്ടമൊന്നുമില്ല. എന്താ ഇവിടുത്തെ മെമ്മറിയും പിന്നെ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരെയും നല്ല മിസ് ചെയ്യും. പിന്നെന്താ സ്കൂളിലേക്കും മദ്രസയ്ക്കൊക്കെ പോകണ്ടേ. ഇനി നമ്മുടെ വ്ളോഗൊക്കെ നാട്ടിൽ പോയിട്ടായിക്കോട്ടോ. പിന്നെ ദിയ നാട്ടിൽ പോയതാണ്. അതൊന്നും നമ്മൾ യൂട്യൂബിൽ കാണിച്ചിട്ടില്ല. ദിയ കുറേ ആയിട്ടോ പോയിട്ട്. ഇനി നമുക്ക് ദിയയുടെ കൂടെയുള്ള ചലഞ്ചുകളും എല്ലാവരുടെ കൂടെയുള്ള ചലഞ്ചൊക്കെ നമുക്ക് ഇടണം. ദിയ നാട്ടിൽ പോയത് എടുക്കാത്തതെന്ന് വെച്ചാൽ നല്ല കരച്ചിലും ഇതൊക്കെ ഇരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത ഇതല്ലേ. അത് ഞാൻ നല്ല കരച്ചിലായിരുന്നു. മമ്മി ഇപ്പൊക്കെ ഉണ്ടായിരുന്നതല്ല. അവരൊക്കെ പോകുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്ത. കരയണ വീഡിയോ ആയിക്കുന്ന പിന്നെ ഫുള്ള് അതുകൊണ്ട് എടുക്കാൻ കേട്ടോ. നമ്മുടെ ഹെൻസ് കുട്ടി ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഹെൻസ് ഹായ്. നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ എയർലൈൻസ് ആട്ടോ ഗൈസ്. നമ്മൾ ഫുഡൊക്കെ എടുത്തുക്കണം. അതിൽ ഫുഡൊക്കെ കിട്ടും. എന്നാലും നമ്മൾ ഫുഡൊക്കെ എടുത്തുക്കണം വേറെ. ഇനി എപ്പോഴേലും നമ്മുടെ വരുമൊക്കെ ചെയ്യും. എന്നാലും ഒരു സങ്കടം ഗൈസ്. നാട്ടിൽ പോകുമ്പോൾ എന്താ അറിയില്ല, ഒരു സങ്കടം. അപ്പം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റൂല. വേഗം ഇങ്ങനെ പൊട്ടിയൊക്കെ ഒട്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പം നമ്മൾ ജിദ്ദക്കാണ് ഇപ്പോൾ നേരെ പോണ്. ജിദ്ദ എയർപോർട്ടിലേക്കാണ് ഇനി നേരെ പോണത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഒരു 1 മണിക്കൂറാട്ടോ. എന്നിട്ട് ഇനിയാണ് സൗത്ത് ഇന്ത്യൻ എയർലൈൻസ് വരിക. ഇതൊരു കുഞ്ഞു ഫ്ലൈറ്റാണ്. ഇനിയാണ് വലിയ ഫ്ലൈറ്റ് വരിക. ഇവിടുത്തെ വേറൊരു ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അന്തുവിന് വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കണത്. സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കണത്. നമുക്ക് കുറച്ച് ഇവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് പോയവർക്കൊക്കെ അറിയാം, പോവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇപ്പോൾ ഛർദ്ദിക്കാൻ വന്നു വെച്ചെങ്കിൽ ഇത് അയച്ചിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുക. പിന്നെ ഈ കാർഡുകളിൽ നമുക്കിപ്പോൾ എമർജൻസി ആയിട്ട് എക്സിറ്റ് ആവണമെങ്കിലുള്ള റൂൾസൊക്കെയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പോകണവർക്കും പിന്നെ ഫ്ലൈറ്റിൽ കയറാത്തവർക്കൊക്കെ ഇതൊക്കെ ഒരു നല്ലൊരു ഇതായിരിക്കും കാണിച്ചു തരുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. പോയവർക്കൊക്കെ അറിയാലോ. റൂൾസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇതിൽ കൂടെ എങ്ങനെയാണ് നമ്മൾ എമർജൻസി ആകുമ്പോൾ എക്സിറ്റ് ആവേണ്ടത് എന്നാട്ടോ. നമ്മുടെ സൈഡിലുള്ള ഫ്ലൈറ്റ് എയർ അറേബ്യയാണ് കേട്ടോ. നമ്മുടെ ഈ അപ്പുറത്ത് കാണുന്ന ഫ്ലൈറ്റ് എടുക്കാൻ നിൽക്കുക കേട്ടോ. ഫ്ലൈറ്റ് എടുത്തിട്ടൊന്നുമില്ല. അപ്പത്തിന് നമുക്കൊരു വൈബ്സ് പോലുള്ള ഒരു റിഫ്രഷിങ് ടിഷ്യൂ തന്നിക്കണം ടോയ്സ്. നമ്മുടെ ഫ്ലൈറ്റ് എടുത്തോണ്ട് കേട്ടോ. സോണ്ടേക്കല്ലേ ഇപ്പോൾ പേടിയൊന്നുമില്ല ടോയ്സ്. ഞാൻ 5-6 വട്ടം വന്നുള്ള ശീലമുള്ളതുകൊണ്ട് പേടിയൊന്നുമില്ല. പക്ഷെ പേടിയുള്ള കാര്യം എന്ന് വെച്ചാൽ ചെവി വേദനിക്കാത്തതാണ്. നമ്മളെ ഫ്ലൈറ്റ് ഇങ്ങനെ എടുത്തോണ്ട് കണ്ടോ.
ബൈ ബൈ സൗദിയ ഗൈസ്, സോ സാഡ്. നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഇനി അധികം കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. ഞാൻ ചെവിയിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. ചെവിയൊക്കെ അടയണോണ്ടാണ് അത് വെച്ചിരിക്കണം. ഇനി അധികം കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. നമുക്കിവിടെ ബ്ലാങ്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടോ, നമ്മൾ ചോദിച്ചാൽ നമുക്ക് കിട്ടും. തണുപ്പുണ്ടെങ്കിൽ ഇവിടെ ഈസി ഒക്കെ ഉണ്ട്, അപ്പം നല്ല തണുപ്പായിരിക്കും. കൊണ്ട് നമുക്ക് ബ്ലാങ്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫുഡ് വന്നിക്കണം കേട്ടോ, പിസ്സയാണ് എന്നാ പറഞ്ഞ ഒരു ബോക്സിലുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടോ. നമ്മുടെ പിസ്സ വന്നിക്കണം, നല്ല ചൂട് പിസ്സ കേട്ടോ. എന്തോ ചീസ് പിസ്സ എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാൻ രസമുണ്ട്, നല്ല ചൂടൊക്കെ ഉണ്ട്. പിസ്സ അല്ലെങ്കിൽ കേക്കോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു. ഞങ്ങൾ പിസ്സ സെലക്ട് ചെയ്തത്. പിന്നെ ജ്യൂസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു. ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, പിന്നെ കോഫി ഉണ്ട്, ടീ ഉണ്ട്, പിന്നെ ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്. ഞങ്ങൾ ആപ്പിളാണ് സെലക്ട് ചെയ്ത്. അപ്പം നമുക്കൊന്ന് കുടിച്ചോ. തണുപ്പില്ല, ഇത് രസം. നമ്മൾ മക്കയിലെത്തി തോന്നുന്നു. മക്കയുടെയൊക്കെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ഇനി ശരിയാണോന്നാവും. എനിക്ക് അത്ര ക്ഷീണമൊന്നും തോന്നണില്ല, കുറച്ചും കൂടി ഉള്ളൂ തോന്നണം. ഇനി ഇപ്പം ഞങ്ങൾ കാറിലൊക്കെ ഉമ്രക്ക് പോവാച്ചെങ്കിൽ കുറേ പോവാണ്ട് കേട്ടോ. കുറേ പറഞ്ഞാൽ ഇത്ര ഒരു എത്ര 10 മണിക്കൂറിൻ്റെ മുകളിലുണ്ടാവും ഇങ്ങനെ ബസ്സിൽ ഇരുന്ന്. ഫ്ലൈറ്റിലാച്ചെങ്കിൽ കുറച്ചിരുന്നാൽ മതി ഗൈസ്, അതാണ് ഏറ്റവും നല്ലത്. ലാൻഡ് ചെയ്തോണ്ട് കേട്ടോ, ഹെഡ്സൊക്കെ നല്ല കരിച്ചിലുണ്ട്. ഇപ്പോൾ തുടങ്ങിയതാണ്, ഇപ്പോഴാണ് ഉള്ള എണീച്ചത് കേട്ടോ. ലാൻഡ് ആയിക്കോളൂ. വ്യൂസ് കാണാറില്ല നിങ്ങൾക്ക്, അടിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ എത്തിക്കണം. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, ഭയങ്കര ക്ഷീണമായിരുന്നു. 2 ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയതല്ലേ. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയപ്പോൾ ഭയങ്കര മഴ കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല മഴ കേട്ടോ. അപ്പം ഞങ്ങളിനി വണ്ടിയുടെ അവിടേക്ക് പോകാൻ നിൽക്കാം കേട്ടോ.